അപ്പോൾ അങ്ങനെ തുടങ്ങിയാലോ? 2 സ്റ്റെപ്പാണ് ഇതിന് വേണ്ടി. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ Pixellab ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ടെക്സ്റ്റ് വരും. ടെക്സ്റ്റ് എടുത്ത് ഡിലീറ്റ് ചെയ്യുക, അത് നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമേജ് സൈസിൽ പോയിട്ട് ഇമേജ് സൈസ് വിഡ്ത്ത് എത്ര കൊടുക്കുക, 1080 എന്ന് കൊടുക്കുക. ഹൈറ്റ് ഞാനിവിടെ 4000 കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. 5000 കൊടുക്കുക. കൂടുതൽ ഇമേജസ് ഉണ്ടെങ്കിൽ കൂടുതൽ സൈസ് കൊടുക്കുക. ഞാനിവിടെ 4000 കൊടുത്തു. ഇനി ഇതിലേക്ക് ഇമേജുകൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ഫ്രം ഗാലറി കൊടുക്കുക. എന്നിട്ട് എത്ര ഇമേജസ് ഉണ്ടോ അത്ര ഇമേജസ് നിങ്ങൾ ഇത് ആഡ് ചെയ്യുക, സെലക്ട് ചെയ്യുക, റീസൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുക്കുക താഴെ. എന്നിട്ട് ഇമേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുക, ആ പൊസിഷൻ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഞാൻ നേരത്തെ 4000 കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ഡെപ്ത്ത്, അതായത് ഹൈറ്റ് 4000 ഇരിക്കുന്നത്. അപ്പോൾ അതിലും കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ഇമേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ കൊടുക്കുക. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റോളപ്പ് സ്റ്റാറ്റസാണ്. ഇത് വാട്സപ്പിലായാലും റീൽസ് ആയാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തത് ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയറിൽ നെക്സ്റ്റ് ഇമേജ് കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾക്ക് എത്ര ഇമേജ് ഉണ്ടോ അത്ര ഇമേജസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ എൻ്റെ എല്ലാ ഇമേജസും ഞാൻ വെച്ച് കഴിഞ്ഞു. ഇനി ഇത് നിങ്ങൾക്ക് സേവ് ചെയ്യണം. മുകളിൽ രണ്ടാമത്തെ ഓപ്ഷൻ സേവ് ഉണ്ട്. സേവ് ക്ലിക്ക് ചെയ്യുക, സേവ് ആസ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, സേവ് ടു ഗാലറി എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇമേജ് ലോങ് ആയിട്ടുള്ളൊരു ഇമേജ് ഗാലറിയിൽ സേവ് ആയി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ VN എഡിറ്റർ. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. VN എഡിറ്റർ ഓപ്പൺ ചെയ്യുക, താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ന്യൂ പ്രൊജക്ട്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫോട്ടോസിൽ പോയിട്ട് ഇപ്പം നിങ്ങൾ ചെയ്തു വെച്ച ഫോട്ടോ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു എൻഡ് ക്രെഡിറ്റ് ഉണ്ടാവും, ഒരു ബ്ലാക്ക് കളർ കാണുന്ന പോർഷൻ, അത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അത് നമുക്ക് ആവശ്യമില്ല. ഇനി വീണ്ടും ഇമേജ് സെലക്ട് ചെയ്യുക. ആ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ സാധാരണ ഒരു 15 സെക്കൻഡ് 30 സെക്കൻഡ് ഒക്കെയാണ് റീൽസിന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ആയാലും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരു 15 സെക്കൻഡ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഒരുപാട് ടൈമില്ല, 15 സെക്കൻഡ്, കുറച്ച് ഇമേജസ് അല്ലേ ഉള്ളൂ. ഒരുപാട് ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് കൂട്ടി കൊടുക്കുക, ഡ്യൂറേഷന് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കുക. ഓക്കെ, ഡ്യൂറേഷൻ ഞാൻ 15 സെക്കൻഡ് വെച്ചു. ഇനി ഇതിൻ്റെ സൈസ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ മുകളിൽ ഒരു ഒറിജിനൽ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. വെർട്ടിക്കൽ ഇമേജ് ആണ്, അപ്പോൾ 9:16 സെറ്റ് ചെയ്തു. then drag ചെയ്ത് മുകളിലത്തെ പോർഷൻ ക്ലിയർ ആയിട്ട് വെച്ചു. ഇതിന് ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നുണ്ട് കീ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് പോയിട്ട് വീണ്ടും ഒരു കീ ഫ്രെയിം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആനിമേഷൻ വരികയാണ്, അതിൻ്റെ കംപ്ലീറ്റ് റോളായിട്ട് വരുന്ന ആനിമേഷനാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തത്. അത് പ്ലേ ചെയ്ത് നോക്കുക സാമ്പിളായിട്ട്. സ്ലോലി വരുന്നുണ്ട്, കാരണം അപ്പോൾ ഡ്യൂറേഷൻ നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ ഒന്നും കൂടെ സ്ലോ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡ്യൂറേഷൻ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മ്യൂസിക്കും കൂടി ഇതിന് ആഡ് ചെയ്യണം. ഇതിന് എൻഗേജിങ് ആയിട്ടുള്ള നല്ല ആപ്റ്റായിട്ടുള്ള മ്യൂസിക് ആഡ് ചെയ്യണം. അപ്പോൾ മുകളിൽ മ്യൂസിക്കൽ ലെയർ ഉണ്ട് ഏറ്റവും മുകളിൽ, അത് ക്ലിക്ക് ചെയ്യുക, മ്യൂസിക്കിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു മ്യൂസിക് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിന് നിർബന്ധമായിട്ട് നിങ്ങൾ ഫേഡിനും ഫേഡൗട്ടും കുറച്ച് കൊടുത്തിരിക്കണം. ഫേഡിനും ഫേഡൗട്ട് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ആ മ്യൂസിക് കട്ടായതുപോലെ തോന്നും. എക്സ്പോർട്ടിന് മുമ്പ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇനി ടെക്സ്റ്റ് വേണം, ടെക്സ്റ്റ് ആഡ് ചെയ്യട്ടെ ഇതിൽ. ഞാൻ ഇതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇനി എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 4K ആണെങ്കിൽ 4K, HD ആണെങ്കിൽ HD, ഏത് ഫോർമാറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഫ്രെയിം പെർ സെക്കൻഡ് സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന ടിക്ക് മാർക്ക് ടിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളെ ഗാലറി സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് റീൽസ് ആയിട്ടോ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏത് മീഡിയത്തിൽ വേണമെങ്കിൽ യൂസ് ചെയ്യുക. ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.